എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോർത്ത് ഗ്രീനിച്ചിലെ വളരെ മനോഹരമായ ഒരു പ്രദേശത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് O2 അറീനയ്ക്ക് സമീപമുള്ള വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം വളരെ ന്യൂലി ഡെവലപ്പായിട്ടുള്ള പ്രദേശങ്ങളാണ്. ഈസ്റ്റ് ലണ്ടനിലെ അനേകം ടൂറിസ്റ്റുകൾ ഇവിടെ എവരിഡേയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. O2 അറീനയുടെ ആ ഭാഗമാണ് ആ കാണുന്ന ടെൻറ്റ് പോലെ കാണുന്നത്. അപ്പം മൈക്കിൾ ജാക്സൻ്റെ അവസാനത്തെ പ്രോഗ്രാം ഇവിടെ വെച്ചായിരുന്നു ബുക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ സെയിൽ ചെയ്ത്. പക്ഷേ പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ അത് നടന്നില്ല. ഇത് സൺഡേ മോർണിംഗ് ആയതുകൊണ്ടാണ് അവിടുത്തെ ക്രൗഡിന് ഇച്ചിരി കുറവ് കാണുന്നത്. കാരണം മോസ്റ്റ്ലി എല്ലാ ഷോപ്പുകളും എല്ലാം ഒരു 11:30-12 മണിക്ക് മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ സൺഡേയിൽ. അപ്പോൾ അത് അനുസരിച്ച് മാത്രമേ ആളുകൾ അവിടെ വിസിറ്റ് ചെയ്യാൻ വരൂ. UK വിവിധ ഭാഗങ്ങളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും ലണ്ടനിൽ വരാതെ തന്നെ ലണ്ടൻ്റെ ഏകദേശമുള്ള പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരമാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും മറ്റ് ഇഷ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സിനുമൊക്കെ ഷെയർ ചെയ്യുക. അവിടെയൊക്കെ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ റൈഡുകളാണ്. എൻ്റർടൈൻമെൻറ്റ് ഏരിയ, കൊച്ചു കൊച്ചു ഷോപ്സുകൾ, വളരെ വളരെ മനോഹരമായ സ്ഥലമാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ് എപ്പോഴും. അതുപോലെ തന്നെ ഹൈ സെക്യൂർഡാണ്. സെക്യൂരിറ്റി ഉണ്ട്, ക്യാമറാസ് ഇൻ എവരിവെയർ. അതിൻ്റെ ഇരുവശങ്ങളിലും റെസ്റ്റോറൻറ്റുകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അത് ചൈനീസ് ജാപ്പാനീസ് ഫുഡുകളൊക്കെ
സെർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. തായ് ഫുഡ്. അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ചെറിയ ബ്രാഞ്ചാണ് ഇത്. ടെസ്കോയും അതുപോലെ തന്നെ UK ഒരു മെയിൻ സൂപ്പർ മാർക്കറ്റാണ്. അത് സമീപത്തായിട്ട് സെയിൻസ്ബറിയുടെ ഒരു ചെറിയ ഷോപ്പാണ്. അതും ഇവിടുത്തെ ഒരു ലീഡിങ് സൂപ്പർ മാർക്കറ്റാണ്. അവിടെയൊക്കെ ആ കളർഡ് ആയിട്ടുള്ള സിറ്റിങ്ങിനുള്ള ആളുകളൊക്കെ അവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരൊക്കെ ഇരിക്കുന്നതിനുള്ള ഒരു ഇരിപ്പിടമാണ് അവിടെ. അങ്ങ് ദൂരെ കേബിൾ കാറിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അതിന് സമീപത്തായിട്ട് അവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്കുള്ള കാർ പാർക്കുണ്ട്. കാറിൽ വരാം. ട്രെയിൻ സർവീസ് ഉണ്ട്, ബസ്സസ് ഉണ്ട്. എല്ലാ രീതിയിലും അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ് അവിടെ റീച്ച് ചെയ്യുന്നതിന്. ഈവൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു കാറിൽ വരാം. അവിടെ പെയ്ഡ് കാർ പാർക്കുണ്ട്. വളരെ 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 മനോഹരമായ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസാണ്. അതിൻ്റെ ബാക്കിൽ ആ മിഡിൽ കൂടെ കാണുന്ന കേബിൾ കാറിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒന്ന് കയറി യാത്ര ചെയ്താൽ കംപ്ലീറ്റ് ആ പ്രദേശത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അവിടെ നിന്നാണ് കേബിൾ കാർ. രാവിലെയൊക്കെ വളരെ ചിലി വെതറാണ്. യൂറോപ്പിലൊക്കെ ഇപ്പം വിൻ്റർ സീസണാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത ക്ലോത്തുകൾ, ഓവർകോട്ടും അതും ഇതുമൊക്കെ മിക്കവരും കാണും. അല്ലാതെ വെളിയിൽ പോകാൻ പറ്റില്ല. നല്ല ബാക്കിൽ കൂടെ ബസ് സർവീസുണ്ട്. അവിടെ ട്രെയിൻ വരുന്ന സ്റ്റേഷൻ്റെ പേര് നോർത്ത് ഗ്രീനിച്ച് എന്നാണ്. ഞാൻ ട്രെയിൻ എടുത്താണ് വന്നത്. അത് പബ്ലിക് കാർ പാർക്ക്. അതിന് പേയ്മെൻ്റ് ഉണ്ട്. ഒരു മണിക്കൂറിന് എത്ര പൗണ്ട് എന്നുള്ള റേറ്റ് ഉണ്ട്. അവിടെ ഒരു വാൻ പാർക്ക് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അവിടെ പാർക്ക് ചെയ്തിടാത്ത ഏരിയയാണ്. അപ്പോൾ അത് ട്രാഫിക് വാർഡൻ വന്ന് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് നോൺ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി യാതൊരു കാരണവശാലും പാർക്ക് ചെയ്തില്ല. അത് ആ മരത്തിൻ്റെയൊക്കെ ഇലകളൊക്കെ കണ്ട മഞ്ഞ കളറ്. വിൻ്റർ സീസൺ ആയതുകൊണ്ടാണത്. സമ്മർ ടൈമിൽ അതെല്ലാം നല്ല ഗ്രീനായിരിക്കും. പല ഷേപ്പിലുള്ള കെട്ടിടങ്ങൾ ഇവിടെ കാണാം. പുതിയ പുതിയ നല്ല എൻജിനീയറിങ് വൈദഗ്ധ്യത്തോടു കൂടിയ
ഗ്രീൻ റെഡ് ഒരു കുറ്റി പോലെ കാണുന്നത് അത് റോയൽ മെയിലിൻ്റെ ലെറ്റർ ബോക്സാണ്. പബ്ലിക്കിന് അവിടെ എന്തെങ്കിലും ലെറ്റർ എല്ലാം പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഡ്രോപ്പ് ചെയ്താൽ അവർ വണ്ടി വന്ന് ഒരു ദിവസം ടൈം വെച്ചിട്ട് കളക്ട് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇതിലെ വിശേഷങ്ങൾ.